ഞാനിന്നിവിടെ നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിഷുക്കാലമൊക്കെ അല്ലേ, അതുകൊണ്ട് നെയ്യപ്പം ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. ഞാനിവിടെ 1/2 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചരി ഞാനൊരു 5-6 മണിക്കൂർ വെള്ളത്തിൽ പുതർത്തി വെച്ചിട്ടുള്ളതാണ്, എന്നിട്ട് ഊറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പച്ചരി റെഡിയായി. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശർക്കരയാണ്. 1/2 കിലോ പച്ചരിയിലേക്ക് ഒരു 300-350 ഗ്രാം ശർക്കര ആയിരിക്കും വേണ്ടത്. 350 ഗ്രാം ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരമുള്ള നെയ്യപ്പം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം ഇനി അടുത്തതായിട്ട്. പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ അളവൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ 350 ഗ്രാം ശർക്കര ഇട്ടു. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു. വെള്ളം അധികം ആവേണ്ട കാര്യമില്ല, ഇത്രയും മതിയാവും. ഈ വെള്ളം വെച്ചിട്ടാണ് നമുക്ക് അരി അരച്ചെടുക്കേണ്ടത്, അതുകൊണ്ട് ഇത്രയും വെള്ളം മതിയാവും. കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെ ശർക്കര മിക്സ് ചെയ്യാൻ പറ്റാണ്ടായി പോയില്ല, അതുകൊണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ശർക്കര പാനി ഉണ്ടാക്കാം. ഞാൻ വിഷു ആയതുകൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ വിഷുക്കണിയുടെ കൂടെ നെയ്യപ്പവും കൂടെ വയ്ക്കും. എനിക്കറിയില്ല അത് എല്ലാ സ്ഥലത്തും വെക്കുന്നതാണോ എന്ന്. ഞങ്ങളുടെ ഇവിടെയൊക്കെ വിഷുക്കണിയുടെ കൂടെയും നെയ്യപ്പം വയ്ക്കും. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഈ വിഷുക്കണി കാണുന്നതിൻ്റെ അതിൻ്റെ കൂടെ സൈഡിൽ ഈ നെയ്യപ്പവും കാണും. അപ്പോൾ അതുകൊണ്ട് വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിൽ വരിക നെയ്യപ്പമാണ്. അപ്പോൾ ശർക്കരപ്പാനി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം അരി അരച്ചെടുക്കാം. ഇത് കുറച്ചൊന്ന് ചൂട് തണിഞ്ഞോട്ടെ, ഇത്ര ചൂടിലും വേണ്ട, അധികം തണുക്കാനും പാടില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാവുമ്പോൾ നമുക്ക് അരി അരച്ചെടുക്കണം. അപ്പോൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അരി ഞാൻ 2 ഭാഗമായിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മിക്സി എടുക്കാം. പകുതി അരി ഇതിനകത്തേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. അരിയുടെ അതേ ലെവലിൽ, അതിനേക്കാളും കുറച്ച് താഴെ വരെ ശർക്കര പാനി എത്തുന്നവരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരിതരിപ്പ് ബാക്കിയുള്ള രീതിയിൽ അരഞ്ഞാൽ മതിയാവും. പിന്നെ ഞാൻ ഈ ശർക്കരപ്പാനി അരിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, കാരണം അതിൽ കുറേ പൊടിയും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അരിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു തരിതരിപ്പ് ബാക്കിയുണ്ട് ഇതിൽ, ആ രീതിയിൽ അരഞ്ഞാൽ മതി. ഇങ്ങനെ 2 സെക്ഷനായിട്ട് അരയ്ക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഈ പ്രാവശ്യം അരയ്ക്കുന്നതിൽ നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോവേ അല്ലെങ്കിൽ അരയുന്നത് കൂടിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സെക്ഷനിൽ അത് കോമ്പൻസേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അടുത്തത് നമുക്ക് അരച്ചെടുക്കാം. അതിലേക്കും ഇതുപോലെ ശർക്കരപ്പാനി ചേർത്താം. ഏകദേശം കണക്കായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒഴിക്കാം, കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് മൈദ കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നെയ്യപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി. ഇനിയിപ്പോൾ മൈദ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്താലും മതിയാവും. നമുക്കിതൊന്ന് അരച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് നെയ്യിൽ നമുക്ക് തേങ്ങാക്കൊത്ത് മൂപ്പിക്കാം. 1 സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്രയും തേങ്ങാക്കൊത്ത്, ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവുമായിരിക്കും.
1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇടുക. എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അധികം തേങ്ങ വേണ്ട, കാരണം ഇത് ഭയങ്കര ചെറുതായിട്ട് നുറുക്കണം കേട്ടോ. നല്ല തേങ്ങയുടെ വെളിച്ചെണ്ണയുടെ വാസന വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇപ്പോൾ തേങ്ങ മൂത്തു. ഇനി നമുക്കിത് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ചൂടാറിക്കോട്ടെ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച മാവിലേക്ക് ഇത് ഒഴിക്കേണ്ടതാണ്. നമ്മളപ്പം ചൂടാൻ തുടങ്ങുന്നതിന് മുന്നേ ഇത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് സൈഡിലെടുത്ത് വയ്ക്കാം. ഇത് ഈ നെയ്യും കൂടെ നമുക്ക് അതിൽ ഒഴിക്കാം, അതുകൊണ്ട് അത് കളയേണ്ട ആവശ്യമില്ല. 10 മണിക്കൂർ കഴിഞ്ഞു. ഞാനിവിടെ ബാറ്റർ തുറന്നു നോക്കി. അപ്പോൾ ഇതാ ഇങ്ങനെ കുറച്ച് തിക്കായിട്ടുണ്ട്, കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട്. ഈ ഒരു കട്ടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു രാവിലെ 8 മണിക്ക് അടച്ചു വെച്ചതാണ്. ഇപ്പോൾ സമയം 6 മണിയായി, വൈകുന്നേരം 6 മണിയായി. അപ്പോൾ ഇനി നമുക്ക് അപ്പം ചൂടാൻ തുടങ്ങാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു നുള്ള്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫുൾ ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകം അതും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിട്ടുള്ളത് അതിപ്പോൾ തണുത്തിട്ടുണ്ട്, അതും ഇടാം. തണുത്തതിന് ശേഷം മാത്രം ഇടാം. അതിൻ്റെ കൂടെയുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി തിക്നെസ് നല്ല അധികമായിട്ട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചാൽ മതി, എന്നിട്ട് ലൂസാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെ തന്നെ ശർക്കരപ്പാനി വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എടുത്ത് വയ്ക്കാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് എടുത്ത് വെച്ചാൽ മതി. ഇപ്പം ഇനി 2 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമുക്ക് അപ്പം ചൂടാൻ തുടങ്ങാം. അപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്, അടി കട്ടിയുള്ള. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കോ എന്ത് വേണമെങ്കിലും എടുക്കാം, അടി കട്ടി ഉണ്ടാവണമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു ട്രഡീഷണൽ ഡിഷ് ആയതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കൊന്നും എടുക്കാതെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. അതേപോലെ തന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലൊഴിച്ചിട്ടുള്ളത്. ആൾക്കാർ എണ്ണയൊക്കെ ഉപയോഗിക്കാറുണ്ട്, സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന പലഹാരമാണ് നെയ്യപ്പം. അപ്പോൾ പിന്നെ അതിന് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അതിൻ്റേതായുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ അത് ചൂടായി വരുന്നുണ്ട്. അപ്പം മാവ് വലിയൊരു കുമ്പിളെടുത്തിട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. അതിന് വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. പക്ഷേ സാധാരണഗതിയിൽ ഒരു കുമ്പിൾ നിറച്ചിട്ട് മാവ് ഇടുകയാണ് ചെയ്യാം. ഇവിടെ മീഡിയം ഫ്ലെയിമിലാണ്, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇടാൻ തുടങ്ങാം. ഞാൻ വലിയൊരു കുമ്പിളിലേക്ക് ഇടുകയാണ്. നടുവിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. നടുവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്നും ചെയ്യാനില്ല, അത് ഒറ്റയ്ക്ക് പൊങ്ങി വന്നോളും. പൊങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, എണ്ണ ഇങ്ങനെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. ഇങ്ങനെ കുമിളിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വെന്തിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എല്ലാവരും വിഷുവിന് നെയ്യപ്പം എല്ലാം ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാം.